സൂഫി കയറി കാറ് നേരെ വന്നത് ആദ്യത്തിന്റെ ബീച്ചിനടുത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഇടിച്ചൊരു പരുവമാക്കി ഡ്രൈവറെ മാത്രം കൊണ്ടാണ് സൂഫി അവിടെ എത്തിയത്. എയർപോർട്ടിൽ വെച്ച് ആദ്യത്തിനെ പിടിക്കാൻ കഴിയില്ലെന്ന് രുദ്രനും സൂര്യനും നന്നായിട്ട് അറിയാം. എയർപോർട്ടിന് വെളിയിലേക്ക് വേഷം മാറാതെ അവൻ ഇറങ്ങില്ലെന്ന് ഉറപ്പാണ്. തന്തക്ക് അന്ത്യകൂദാശ കൊടുക്കാനൊന്നല്ല അവനിപ്പോ തിരിച്ചു വന്നെന്ന് ഇരുവർക്കും നന്നായിട്ട് അറിയാം. അവനൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സൂഫി കയറിയ കാറിനെ പിന്തുടർന്നുകൊണ്ട് സൂര്യന്റെ റേഞ്ച് റോവർ ഉണ്ടായിരുന്നു. ഗസ്റ്റ് ഹൗസിനെ ചുറ്റിവളഞ്ഞ ഗാർഡ്സിനെയെല്ലാം സൂര്യന്റെ ഗാർഡ്സ് ഗൺ പോയിന്റിൽ നിർത്തി. രുദ്രനും സൂര്യനും സൂഫിയും കൂടി ഗസ്റ്റ് ഹൗസിനുള്ളിലേക്ക് നടന്നു. ഇതേ സമയം ഈ നീക്കങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട പോലെ ആദം കയറിയ കാറ് മീരയുള്ള മാൻഷൻ ലക്ഷ്യമാക്കി കുതിച്ചു. ഇനി നമുക്കിടയിൽ മറ്റാരും വേണ്ട മീര. ഒരിക്കൽ കൂടി നിന്നെ അറിഞ്ഞതിന് ശേഷം മരണമായാലും ഈ ചെകുത്താൻ സ്വർഗമാണ്. സൂര്യനും രുദ്രനും ഗസ്റ്റ് ഹൗസിലെത്തിയെന്ന സന്ദേശം ലഭിച്ചതും ആദം ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചു. മീരയെയും അവിടെ ശരീരവും ഓർക്കെ വല്ലാത്തൊരു അനുഭൂതിയോടെ അവൻ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി കിടന്നു. മാൻഷന് പുറത്ത് വല്ലാത്ത ബഹളം കേട്ടുകൊണ്ടാണ് അൻഷ് ഗണ്ണെടുത്ത് പുറത്തേക്ക് വന്ന് 4 വാനുകളിലായി മാൻഷനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഗുണ്ടാ സംഘത്തെ തടയുന്ന ഗാർഡ്സ്. പബ്ലിക്കായിട്ട് ഫയറിംഗ് പാടില്ലെന്ന് സൂര്യന്റെ ഓർഡറുള്ളത് തന്നെ ഗാർഡ്സ് വന്നവരെല്ലാം ആയുധങ്ങളില്ലാതെയാണ് നേരിടുന്നത്. അപ്പുവിനെയും ഷൂനും ഗൗരിക്കും അന്യുവിനും കുഞ്ഞുമോനും ഒപ്പം അകത്ത് നിർത്തിയിട്ടാണ് അൻഷു പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സേഫ്റ്റി കരുതി മാത്രം അൻഷു പുറത്തിറങ്ങുന്ന സംഘട്ടനത്തിലേക്ക് ഇറങ്ങിച്ചെന്നില്ല. ഒരു സമയം കഴിഞ്ഞതും വന്നവരെല്ലാം വാനിൽ തന്നെ കയറി തിരിച്ചുപോയി. ഗാർഡ്സിലൊരു ടീം അവരെ പിടിക്കാനായി പുറകെയും. അൻഷിന് ആകെ മൊത്തത്തിലൊരു പന്തികേട് തോന്നി. പ്രതീക്ഷിക്കാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയും പോലെ ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൻ ഫോണെടുത്ത് സൂര്യന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. മാൻഷന്റെ ഗേറ്റിൽ നിന്ന് ഗാർഡ്സിനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഒരു റേഞ്ച് റോവർ ഉള്ളിലേക്ക് പാഞ്ഞു വന്നതും ഒരുമിച്ചായിരുന്നു. അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന രൂപത്തെ അൻഷുരു ഞെട്ടലോടെ നോക്കി. അവന്റെ കയ്യിലിരുന്ന പിസ്റ്റളിൽ പിടിമുറുക്കി. അൻഷിന്റെ ചുണ്ടുകൾ പകപ്പോടെ ആ പേര് ഉരുവിടുമ്പോൾ ഇപ്പുറം കണക്റ്റായ കോൾ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടു. തന്നെ കണ്ട് ഞെട്ടലോടെ തറഞ്ഞു നിൽക്കുന്നവനെ നോക്കി വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ആദവൻ അടുത്തേക്ക് വന്നു. ഫുൾ ബ്ലാക്ക് സ്യൂട്ടിൽ ഒരു ഡെവിലിഷ് ലുക്കായിരുന്നു അവന്. തിളങ്ങുന്ന കണ്ണുകളിൽ ക്രൂരമായ ഒരു മൃഗത്തിന്റെ ക്രൗര്യം. ആദത്തിന് നേരെ പാഞ്ഞു വന്ന ഗാർഡ്സിനെയെല്ലാം അവന്റെ ആളുകൾ തടഞ്ഞു നിർത്തി. നൈസ് ടു മീറ്റ് യു ക്യാപ്റ്റൻ അയാൻഷ് വാസുദേവയ്യർ. ആദം മനുഷ്യന് നേരെ നനുത്തൊരു പുഞ്ചിരിയോടെ വലത് കൈ നീട്ടി. ഉള്ളിൽ നുരഞ്ഞു വന്നുന്ന പകയും ദേഷ്യവും അടക്കി പിടിച്ചുകൊണ്ട് അൻഷു അവന് നേരെ കൈ ചേർത്തു. വന്നവനെ ജയിക്കാൻ ഒരു മനുഷ്യൻ മാത്രമായ തനിക്ക് ഒരിക്കലും കഴിയില്ലെന്ന് അൻഷിന് പൂർണ്ണ ബോധ്യമുണ്ട്. സൂര്യനും രുദ്രനും എത്തുന്നവരെയും അവനെ തടഞ്ഞിർത്താൻ തനിക്ക് കഴിയണമെന്ന് അൻഷ നിമിഷം തന്ത്രപൂർവ്വം ചിന്തിച്ചു. അൻഷിന്റെ നെഞ്ച് ആഞ്ഞു മിടിക്കുന്നുണ്ട്. അകത്തുള്ള തന്റെ പ്രാണനായവൾക്ക് ഒരു പോറിൽ പോലും ഏൽക്കാൻ പാടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത് അല്ലേ അൻഷ്? നിനക്കെന്താ വേണ്ടത്? അതിന് മറുപടി അറിയാതെ അൻഷ അവനെ മറ്റൊരു ചോദ്യത്തോടെ നോക്കി. എന്തൊരു ചോദ്യമാണ് ക്യാപ്റ്റൻ? അമൂല്യമായൊരു നിധി സൂക്ഷിച്ചു വെച്ച ഭൂതമല്ലേ താൻ? 2 ചെകുത്താന്മാർ കൂടി കാവൽ നിൽക്കുന്ന ഒരു മാലാഖ പെണ്ണകത്തില്ലേ? ഐ വാണ്ട് ഹർ. വല്ലാത്തൊരു ഭാഗത്തോടെ പറയുന്നവനെ കാണെ അൻഷിന്റെ മുഷ്ടിയിലുണ്ട്. അവളെ എനിക്ക് വേണം ക്യാപ്റ്റൻ. ഇത്രയും ദൂരം താണ്ടി സ്വന്തം ജീവൻ തന്നെ പണയം വെച്ച് ഞാൻ എത്തിയത് അവൾക്ക് വേണ്ടി മാത്രമാ. ആദ്യമായിട്ടറിഞ്ഞ പെണ്ണുടൽ തേടി. അടുത്ത നിമിഷം അൻഷ അവനെ മുഷ്ടിയുരുട്ടി ആഞ്ഞൊന്ന് പഞ്ച് ചെയ്തു. അതിൽ കൂടുതൽ കേട്ടു നിൽക്കാനുള്ള ക്ഷമയൊന്നും അവനില്ലായിരുന്നു. പക്ഷെ അത്രയും ശക്തിയിൽ പഞ്ച് ചെയ്തിട്ടും അതിന്റെ യാതൊരു ചലനവുമില്ലാതെ നിൽക്കുന്നവനെ കാണെ അൻഷിന് ശരിക്കും പേടി തോന്നി. അതും അപ്പുവിനെ കുറിച്ച് ഓർത്ത് മാത്രമായിരുന്നു. അൻഷിനെ നോട്ട് അടഞ്ഞിടക്കുന്ന മാൻഷന്റെ മെയിൻ ഡോറിലേക്ക് പാഞ്ഞതും ആദത്തിന്റെ ചുണ്ടിൽ ആരെയും ഭയപ്പെടുത്തും വിധമുള്ള ഒരു പുഞ്ചിരി തെളിഞ്ഞു. അകത്ത് പുറത്തെന്താ നടക്കുന്നതെന്നറിയാതെ പേടിയോടെ നിൽപ്പായിരുന്നു അപ്പു ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരും. ചേച്ചി, എന്റെ ഏട്ടൻ, അപ്പു പേടിയോടെ പറഞ്ഞു. ഗൗരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോൺ എടുത്ത് സൂര്യന്റെ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കി. കോൾ കണക്ട് ആവാതെ വന്നു. ഗൗരി മറ്റും നോക്കാതെ അജുവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കൊച്ചു പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ലെന്നേ, പട്ടാളങ്ങി വരും. ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പോലും അപ്പുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം കുഞ്ഞുമോൻ പറഞ്ഞു. എന്നിട്ട് മനുഷ്യനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ ഡോറിന് നേരെ പലതവണ പാഞ്ഞു. നിമിഷങ്ങൾ കടന്നു പോവെ പുറത്തുനിന്ന് കേൾക്കുന്ന ആരുടെയോ അലർച്ചയ്ക്കൊപ്പം മാൻഷന്റെ മെയിൻ ഡോർ വലിയൊരു ശബ്ദത്തോടെ മലർക്കെ തുറന്നു. എല്ലാവരുടെയും ഭയത്തോടെയുള്ള നോട്ടം അവിടേക്കായി. അൻഷിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞ് ചവിട്ടി തെറിപ്പിച്ചു. അൻഷ ഒരു അലർച്ചയോടെ നേരെ അപ്പുവിന്റെ മുമ്പിൽ വന്ന് വീണതും അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അൻഷിന്റെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. കുഞ്ഞുമോനും ബാക്കിയുള്ളവരും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നിൽപ്പാണ്. അപ്പുവിന്റെ കരച്ചിൽ വീണ്ടും കേട്ടതും 4 പേരും ബോധം വന്ന പോലെ അൻഷിന്റെ അടുത്തേക്ക് പാഞ്ഞു. സർ, ഗൗരിയും കുഞ്ഞുമോനൊക്കെ വിളിച്ചിട്ടും നേരിയൊരു ഞെരുക്കം മാത്രമേ അൻഷിൽ നിന്നുണ്ടായുള്ളൂ. ഇഷു, അപ്പുവിന് നീ റൂമിലാക്കി വേഗം ലോക്ക് ചെയ്യും. അൻഷിന്റെ അവസ്ഥയും മറ്റും കണ്ട് പേടിയോടെ ഗൗരി പറഞ്ഞതും
വാതിൽ കടന്ന് വലിയൊരു രൂപം അവർക്ക് മുമ്പിലായി വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. വെളിച്ചത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ മുഖം പതിയെ വ്യക്തമായി വന്നു. അപ്പോഴിച്ചു ബാക്കിയെല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി നിൽക്കുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഏട്ടനെ വിളിച്ച് കരയുകയായിരുന്നവൾ. ഏയ് മൈ ഏഞ്ചൽ. ആദം വിളിക്കുമ്പോൾ അപ്പു ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. ആ നിമിഷം പാതിബോധത്തിലും തന്റെ കുഞ്ഞുപങ്ങളുടെ ശരീരം പേടികൊണ്ട് വിറച്ചത് അൻഷറിഞ്ഞു. അവന്റെ കൈകൾ അപ്പുവിൽ മുറുകി. ഭയന്ന് വിറച്ച ഒരു കിളിക്കുഞ്ഞിനെ പോലെ നോക്കി നിൽക്കുന്നവളെ കാണെ ആദത്തിന്റെ രക്തം ചൂടുപിടിച്ചു. മാസങ്ങളായി അറിയാതിരുന്ന വികാരം ഉടലിനെ ഭരിക്കുന്ന അവൻ അറിഞ്ഞു. കണ്ണുകൾ ഇറുകെ അടച്ചു തുറന്നുകൊണ്ട് അവൻ അവളെ നോക്കി. ഇന്നൊരു മാറ്റവും ഇല്ലല്ലോ മീര. പേടിച്ചു വിറച്ച് ഇന്ന് നീ എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു പെണ്ണേ. അൻഷിന്റെ അരികിൽ നിന്ന് അവളെ പറിച്ചെടുക്കും പോലെ പിടിച്ചു വലിച്ച് ദേഹത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ അവിടെ ഗന്ധ ആഞ്ഞു ശ്വസിച്ചു. കുഞ്ഞുമോൻ അവന് നേരെ ചെല്ലാനൊരുങ്ങിയതും ആദ്യത്തിന്റെ ആളുകൾ വന്ന് അവനെയും ഗൗരിയെ അനുവിനെയും യേശുവിനെയും പിടിച്ച് ഗൺ പോയിന്റിൽ നിർത്തി. അപ്പു കരച്ചിലോടെ ആദ്യത്തിന്റെ കയ്യിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അൻഷ് നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. പെൺപിള്ളേരെല്ലാം കരയുന്നുണ്ട്. പിടക്കാതെ മീര, ഞാനല്ലേ എത്രമാത്രം കൊതിച്ചതാ ഇതുപോലൊരു ദിവസം. നിനക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും തടവിലിട്ട് നിന്നെ നേടാൻ പോകുന്ന ദിവസം. അവളിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും മീര മുഖം വെട്ടിച്ചു മാറ്റി. എങ്കിലും അവനെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് കുതിരിമാറാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവളെ വിടാതെ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല. അൻഷ കാഴ്ച കാണാൻ കഴിയാത്ത പോലെ ഉറക്കാലറിക്കൊണ്ട് പറഞ്ഞതും ആ കൈക്കുള്ളിൽ മീരയെ ഒതുക്കി പിടിച്ച് മറുകൈ കൊണ്ടവൻ പിസ്റ്റൾ എടുത്ത് അൻഷിന് നേരെ നീട്ടി. ഏട്ടനൊന്നും ചെയ്യല്ലേ? അപ്പു കരഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ പിടുത്തമിട്ടതും ആദ അവളെ ചിരിയോടെ നോക്കി. ഒന്നും ചെയ്യില്ല മീര, ഒന്നും ചെയ്യില്ല. നീ പറഞ്ഞ ആരെയും ഞാൻ ഒന്നും ചെയ്യില്ല. അവളോടുള്ള ആസക്തി മുഴുവൻ വാക്കുകളിൽ നിറച്ചുകൊണ്ടാവും പറഞ്ഞു. ഒരിക്കൽ ഞാൻ നിന്നെ വാൺ ചെയ്തതാ, എന്നെ അല്ലാതെ മറ്റാരെയും നീ ഹൃദയത്തിലേറ്റാൻ പാടില്ലെന്ന്. എന്നിട്ട് നീ അതനുസരിച്ചില്ല. വർഷം ഇത്രയും കാത്തിരുന്ന എന്നെ നീ വിഡ്ഢിയാക്കി. അവന് നീ നിന്റെ പ്രണയം നൽകി അല്ലേ? അടുത്ത നിമിഷം തീർത്തും മറ്റൊരാളെ പോലെയായിരുന്നു അവന്റെ സംസാരവും ഭാവവും ഒക്കെ. മനുഷ്യനാണോ ചെകുത്താനാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം മീര പേടിയോടെ അവനെ നോക്കി. ബാക്കിയുള്ളവരുടെ അവസ്ഥ അത് തന്നെയാണ്. അവൻ അഭിനയിച്ചു ഫലിപ്പിച്ച ഏതോ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ആദത്തിന്റെ പ്രകടനം. നീ ഒരു കഥ കേട്ടിട്ടില്ലേ മീര? ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ്. ബീസ്റ്റിനെ പ്രണയിച്ച സുന്ദരിയായ പെൺകുട്ടിയുടെ കഥ. നിന്നെ കോളേജിൽ വെച്ച് കണ്ടപ്പോ എനിക്ക് ആ കഥയാണ് ഓർമ്മ വന്നത്. എന്നെ ഒരുപാട് മോഹിപ്പിച്ച പെൺകുട്ടി. അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്താൻ ഒരുങ്ങിയതും പുറകിൽ നിന്ന് കിട്ടിയ ചവിട്ടിൽ ആദത്തിന്റെ ശരീരം ഒന്ന് ഉലഞ്ഞുപോയി. അവന്റെ കൈ മീരയിൽ നിന്നൊന്ന് അയഞ്ഞ അടുത്ത നിമിഷം തന്നെ അജുവളെ വലിച്ച് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് ആദ്യത്തെ പകയോടെ നോക്കി. വന്നത് അജുവാണെന്നറിഞ്ഞതും അപ്പു ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൻ ഇറുകെ പിടിച്ചു. മീരയെ ചേർത്ത് പിടിച്ച് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന അജുവിനെ കാണാൻ ആദത്തിന്റെ മുഖവും വന്യമായി. അജുവിന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയ മീരയെ കാണും തോറും അവന്റെ മുഷ്ടിയിലുണ്ട്. പതിയെ അവന്റെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. മീര മുഴങ്ങുന്ന പോലെയുള്ള അവന്റെ ശബ്ദം. അപ്പുവിന്റെ ഉടലിന്റെ വിറയിൽ അജു നന്നായി അറിഞ്ഞു. നീയായിട്ട് എന്റെ കൂടെ വന്ന നിന്റെ ഏട്ടന്മാർ ജീവനോടുണ്ടാവും. മറിച്ചാണെങ്കിൽ ആദം പറഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഗൗരിയെ പിടിച്ചു വെച്ച് അവന്റെ ഗാർഡിനെ നോക്കി. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദത്തിന്റെ വലത് കൈ അയാളുടെ ഹൃദയം തുളച്ചു കയറി. അജു അൻഷു അടക്കം എല്ലാവരും തറഞ്ഞു നിന്നുപോയി. അപ്പു വിറച്ചുകൊണ്ട് ആദത്തെ നോക്കി. അവിടെ ശ്വാസം പോലും നിലച്ചതുപോലെ, വായിച്ചു മറന്ന കഥകളിലെ രാക്ഷസനെ നേരിട്ട് കണ്ടതുപോലെ എല്ലാവരും നടുങ്ങി. തീർത്തും നിശബ്ദമായ ഹാളിൽ അയാളുടെ അലർച്ച മുഴങ്ങി. നെഞ്ചിലേക്ക് അവന്റെ കൈകൾ ആഴുന്ന ശബ്ദവും ധമനികൾ പിഴുതെടുക്കുന്ന ശബ്ദവും അവർ കേട്ടു. അയാളുടെ ഹൃദയം വലിച്ചു പുറത്തെടുത്തു അപ്പുവിന്റെ കാൽ കീഴിലേക്ക് ഇട്ടതും അവൾ അലറിക്കരഞ്ഞു. അവൾ അലറിക്കരഞ്ഞുകൊണ്ട് ആ കാഴ്ച കാണാനാവാതെ അജുവിന്റെ നെഞ്ചിൽ മുഖമമർത്തി. പെൺപിള്ളേരെല്ലാവരും കരയുന്നുണ്ട്. എതിർത്ത് നിൽക്കേണ്ടത് ഒരു സാധാരണ മനുഷ്യനോടല്ലെന്ന് അൻഷൊഴികെ ബാക്കിയുള്ളവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. Don't cry, my angel. Don't cry. ഇട്ടിരിക്കുന്ന ഷാളിൽ രക്തമായ കൈ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് അവൻ അപ്പുവിനടുത്തേക്ക് നടന്നു. അവന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാത്ത വിധ അജോളെ പൊതിഞ്ഞു പിടിച്ചു. ആദം പുച്ഛത്തോടെ ചിരിച്ചു. It's a demo. ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് എന്റെ മീരക്ക് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തന്നതാണ്.
ആദം ഉറക്കെ ചിരിച്ചു. അപ്പു ചെവിയടക്കം പൊത്തിപ്പിടിച്ചുകൊണ്ട് പതുങ്ങിപ്പോയി. യു ഹാവ് ടു ഓപ്ഷൻ വേ. ഒന്ന് ഇവിടെയുള്ള എല്ലാവരും ഇതുപോലെ തീർത്തിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകും. ആദം പറഞ്ഞു കേൾക്കെ മീര വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. സെക്കൻഡ് വൺ, മീര നല്ല കുട്ടിയായി എനിക്കൊപ്പം വരുന്നു. ചോയ്സ് ഈസ് യുവേഴ്സ്. വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നിനക്ക് അവളെ കൊണ്ടുപോകാൻ കഴിയില്ല ആദം. അജു അപ്പുവിനെ ആദത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും പൂർണ്ണമായും മറച്ചുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. അപ്പു അങ്ങേയറ്റം ദയനീയമായി ആദത്തെ നോക്കി. അവന്റെ കണ്ണിൽ ആ നിമിഷവും തീവ്രമായ മോഹമല്ലാതെ മറ്റൊന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. മീര എന്തു പറയുന്നു? അവളൊന്നും പറയില്ല. എന്റെ കുഞ്ഞുമണി നിനക്ക് ഞാൻ വരാം. അജു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് അപ്പുവിന്റെ ശബ്ദമുയർന്നു. അജു അൻഷോടൊക്കെ എല്ലാവരും ഞെട്ടിയപ്പോൾ ആദത്തിന്റെ കണ്ണുകൾ പോലും അവിടെ ആ മറുപടിയിൽ പുഞ്ചിരിച്ചു. That's my angel. മോളെ വേണ്ട. അൻഷു അജുവോളെ തടയാൻ ശ്രമിച്ചു. ഗൗരി, ഈഷു, അന്നുവും കുഞ്ഞുമോനും എല്ലാം കരയുന്നുണ്ട്. ജീവൻ കൊടുത്തും അവളെ രക്ഷിക്കാൻ അവർ ഒരുക്കമാണ്. വേണ്ട അപ്പു, ഞങ്ങൾ കൊന്നോട്ട്, എന്നാലും നിന്നെ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടും അപ്പുവിന്റെ നോട്ടം മുഴുവൻ ആദത്തിലായിരുന്നു. ചുറ്റുമുള്ളവരൊക്കെയും പറയുന്നൊന്നും അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. രുദ്രനോ സൂര്യനോ വരാതെ ഒരിക്കലും ഈ ചെകുത്താനെ തടയാൻ കഴിയില്ല. അപ്പുവിന്റെ കണ്ണുകൾ തോരാതെ പെയ്തു. വേദനയോടെ അപ്പു അൻഷിനെയും അജുവിനെയും നോക്കി. തന്നെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നില്ല എന്നുള്ള സങ്കടവും ദേഷ്യവും നിസ്സഹായതയും യാചനയും എല്ലാം അവരുടെ മുഖത്ത് അവൾ കണ്ടു. കണ്ണുകൾ അമർത്തി തുടച്ചവൾ ആദത്തിനരിയിലേക്ക് നടന്നതും അജു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അൻഷി തന്നാലാവും വിധം നിലത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നും പറ്റില്ല ഏട്ടോ, അവര് വരും പറയുമ്പോൾ അവളുടെ മനസ്സിൽ അത്രയും വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ അജുവിന്റെ കൈകൾ ബലമായി തന്നിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് ആദത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഒരിക്കലും അവളെ അവന് മുമ്പിൽ ഇട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നീ നിമിഷം അവൻ കൊണ്ടുപോകുമ്പോൾ അത് നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വരുന്ന തന്റെ അവസ്ഥയോർത്ത് അൻഷു ഉറക്കെ അലറി കരഞ്ഞുപോയി. അവന്റെ കരച്ചിൽ കേട്ടെങ്കിലും അപ്പു തിരിഞ്ഞു നോക്കാൻ നിന്നില്ല. തനിക്ക് വേണ്ടി അവൻ ഇങ്ങനെ കരയുന്ന കാണാൻ അവൾക്ക് വയ്യ. മുന്നോട്ടൊരടി ചലിക്കാതെ നിൽക്കുന്നവളുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് ആദം വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അജു തനിക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഗാർഡിന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി അയാൾക്ക് നേരെ ചൂണ്ടി. അടുത്ത നിമിഷം ഒട്ടും ചിന്തിച്ചു നിൽക്കാതെ തന്നെ അവൻ അയാളുടെ തലയിലേക്കും ഷൂട്ട് ചെയ്തു. അയാൾ നിലംപതിച്ചതും ബാക്കിയുള്ളവർക്ക് നേരെ അത് തന്നെ ആവർത്തിച്ചു. അവർക്കൊന്നും നടക്കുന്ന എന്താണെന്ന് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് പോലും അജു കൊടുത്തില്ല. ആദ്യമായി കാണുന്ന അജുവിന്റെ ആ ഭാവത്തിൽ ഗൗരി അടക്കം എല്ലാവരും ഞെട്ടി. അജ്! നിലത്തിയെടുക്കുന്നവനെ അജു കരഞ്ഞുകൊണ്ട് തട്ടി വിളിച്ചതും അവനൊരു ഞെരുക്കത്തോടെ കണ്ണു തുറന്നു. പാതിബോധത്തിലും അവനത് പറയുമ്പോൾ അജുവിന്റെ കണ്ണു നിറഞ്ഞു. അവൾക്ക് ഒന്നും വരില്ല അൻഷ്. സൂര്യ ജീവിച്ചിരിക്കുമ്പോ ഈ മാൻഷന്റെ ഗേറ്റ് കടന്ന് അവന്റെ കാറ് മുന്നോട്ട് പോവില്ല. അത്രയും ഉറപ്പോടെ അജു പറഞ്ഞു നിർത്തിയ നിമിഷം തന്നെ ഇരമ്പലോടെ ഒരു ചോപ്പർ മാൻഷന് മുന്നിലെ ഹെലിപാഡിലായി ലാൻഡ് ചെയ്തിരുന്നു. ഭീമാകാരനായ ഒരു പക്ഷി ചിറകടിച്ചു ഉയരുമ്പോഴുള്ള ശബ്ദം കാതിൽ പതിച്ചതും ആ അവസ്ഥയിൽ അൻഷു മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചുപോയി. പതിയാജുവിന്റെയും ഗൗരിയുടെയും ഇഷുവിന്റെയും അന്നുവിന്റെയും കുഞ്ഞുമോന്റെ എല്ലാം മുഖത്ത് ആ ചിരി പടർന്നു. ഇനി ഫൈനൽ വാ, നമുക്ക് കുഞ്ഞുമണി കൂട്ടി ഗാർഡിൽ നിന്നത് കാണാം. നീ വാ, ഇവനെ പിടിക്കാൻ സാധിക്കണം. ആദ്യം അൻഷിനോടും പിന്നെ കുഞ്ഞുമോനോടുമായി അജു പറഞ്ഞതും കുഞ്ഞുമോൻ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അൻഷിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. കാർ ഡ്രൈവർ സീറ്റിന്റെ ഡോർ തുറന്ന് അപ്പുവിനെ അതിനുള്ളിലേക്ക് കയറ്റാൻ നിന്നവൻ പകയോടെ ചോപ്പറിൽ നിന്ന് ഇറങ്ങി മുന്നിൽ നിൽക്കുന്നവരെ നോക്കി നിന്നുപോയി. അപ്പുവിന് സങ്കടവും കരച്ചിലും ഒരുപോലെ വന്നുപോയി. സൂര്യനെ കണ്ടതും അവനടുത്തേക്ക് ഓടാൻ തുടങ്ങിയവളെ ആദം ബലമായി തന്നെ പിടിച്ചു വെച്ചു. സൂര്യനെ രുദ്രൻ അവനെ പകയോടെ നോക്കി. ആദത്തിൽ നിന്ന് അവരുടെ കണ്ണുകൾ അപ്പുവിലെത്തിയതും അവരുടെ ഉള്ളം പിടഞ്ഞു. പേടിച്ചു ഉറച്ചു നിൽക്കുന്ന അവരുടെ പ്രാണനെ കണ്ടതും ആദ്യത്തെ 100 വെട്ടി നുറക്കാനുള്ള പക നിറഞ്ഞു. ആദ്യട്ടാ കരഞ്ഞുകൊണ്ടവൾ മെല്ലെ വിളിച്ചതും സൂര്യൻ അവൾക്കടുത്തേക്ക് നടന്നു. ആ നിമിഷം തന്നെ വന്യമായ പുൻസിരിയോടെ ആദം കയ്യിലെ പിസ്റ്റൾ എടുത്ത് അവളുടെ തലയ്ക്ക് നേരെയും ചെയ്ത് പിടിച്ചുകൊണ്ട് അവനെ നോക്കി. രുദ്രനും ഒപ്പം സൂര്യനും നടുങ്ങിപ്പോയി. നീ ഇനി മുന്നോട്ടൊരടി ചലിച്ച ആ നിമിഷം തീർത്തുകളയും ഞാനിവിടെ. ഭീഷണിയോടെയുള്ള അവന്റെ ശബ്ദമുയർന്നു. കാലുകൾക്ക് വിലങ്ങിട്ടതുപോലെ അവരവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. 2 ചെകുത്താന്മാരുടെയും പതർച്ച കാണെ ആദം ആർത്തി ചിരിച്ചു. അയിനോ, ഞാൻ വേറെന്ത് ചെയ്താലും നിങ്ങളിങ്ങനെ നിൽക്കില്ലെന്ന്. അതിന് ഇവൾ തന്നെ വേണം, മീരാ വാസുദേവയ്യർ. ഇവൾക്കൊരു മുള്ളുകൊള്ളുന്ന പോലും നീയൊന്നും സഹിക്കില്ലെന്ന് എനിക്കറിയാം. ആദം വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അപ്പുവിനെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചു. സൂര്യന്റെ മുഷ്ടിയിലുണ്ട്. കണ്ണും നെഞ്ചും ഒരുപോലെ പുകഞ്ഞു. അപ്പു അവന്റെ കൈക്കുള്ളിൽ നിന്ന് കുതിരിമാറാൻ നോക്കി കരയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് പുറപ്പെടുമ്പോ ഇവള് നന്നായിട്ടൊന്ന് അനുഭവിച്ചതിന് ശേഷം കൊന്നു തിന്നണമെന്നായിരുന്നു എന്റെ ആഗ്രഹം.
അപ്പു ഒരു ഞെട്ടലോടെ ആദത്ത് നോക്കി. അവനൊരു നരഭോജിയാണെന്നൊന്നും അവൾക്ക് അറിവുണ്ടായിരുന്നില്ല. അവന് മുന്നിൽ കീഴടങ്ങുന്നതിലും ഭേദം അതാണെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി. പക്ഷെ എന്ത് ചെയ്യാനാ സൂര്യ, എന്ന് ഇവളൊരുത്തി മാത്രം എന്നെ കൊതിപ്പിച്ചിട്ടേ ഉള്ളൂ. കൊല്ലാനോ തിന്നാനോ പോയിട്ടൊന്നും നുള്ളി നോവിക്കാൻ പോലും മനസ്സ് വരുന്നില്ല, അല്ലേ മീര? ആദം മുഖം അവളിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ നേടാനായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും കാലം കാത്തിരിക്കണമായിരുന്നു. അന്ന് രാത്രി ആ ക്ലാസ് റൂമിൽ വെച്ച് എന്നെ ഞാൻ സ്വന്തമാക്കിയേനെ. അവന്റെ ഓരോ വാക്കുകൾക്ക് മുമ്പിലും സ്വയം നിന്നുരുകുന്ന പോലെയായിരുന്നു അപ്പുവിന്റെ അവസ്ഥ. അവളുടെ കണ്ണുകൾ ഒരു ആശ്രയത്തിന് എന്ന പോലെ സൂര്യനെ തേടി ചെന്നു. കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്നവന്റെ കണ്ണുകൾ ചുവന്നു വരുന്നത് ഉള്ളിലേറിയ മിടിപ്പോട് അവൾ കണ്ടു നിന്നു. ശ്വാസം വിലങ്ങും പോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. എന്റെ വിരൽത്തുമ്പിൽ നിന്റെ ജീവൻ ഇങ്ങനെ നിൽക്കുമ്പോ ഇവന്മാരാരും എന്നെ ഒന്നും ചെയ്യില്ല മീര. അഹന്തയോടെ പറഞ്ഞ മാത്രമേ അവന് ഓർമ്മയുള്ളൂ. പുറകിൽ നിന്നും കിട്ടിയ ചവിട്ടിലാതെ മുന്നോട്ടൊന്നാഞ്ഞു. ഒപ്പം അപ്പുവിലുള്ള അവന്റെ പിടിയുമായി. അടുത്ത നിമിഷം ആദത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ അലക്ഷ്യമായി ഫയറാവുകയും ചെയ്തു. അതൊട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന ആദം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അൻഷ അപ്പുവിനെ അവന്റെ കൈക്കുള്ളിലേക്ക് ഒതുക്കിയിരുന്നു. ആ പിടിവള്ളിയും നഷ്ടപ്പെട്ടതറിഞ്ഞതും ആദം ഭ്രാന്ത് പിടിച്ച പോലെ അലറിക്കൊണ്ട് അവർക്ക് നേരെ ചെന്നു. അപ്പോഴേക്കും പാഞ്ഞു വന്നുള്ള സൂര്യയുടെ ചവിട്ട് അവൻ തെറിച്ചു വീണു. അത്രയും നേരം നിലംപതിക്കാതിരുന്നവന്റെ അടി പതറിപ്പോയി. നിലത്തൊന്നും ചാടി എഴുന്നേറ്റ് അലറിക്കൊണ്ട് ആദം സൂര്യന് നേരെ ചെന്നു. അസാമാന്യമേയ് വഴക്കത്തോടെ സൂര്യൻ ആദത്തെ പ്രതിരോധിച്ചു. ഒരു പ്രഹരം പോലും സൂര്യന് നേരെ തൊടുക്കാൻ ആദത്തിന് കഴിഞ്ഞില്ല. സൂര്യന്റെ വലിഞ്ഞു മുറുകിയ മുഖവും പിടഞ്ഞുയർന്ന ഞരമ്പുകളും തൊട്ടാൽ പൊള്ളും വിധമുള്ള ഉടലും മുകളിൽ ജ്വലിക്കുന്ന സൂര്യനേക്കാൾ താപം അവനാണെന്ന് തോന്നിച്ചു. സൂര്യനെ ചവിട്ടാൻ ഉയർത്തിയവന്റെ കാലിൽ പിടിച്ചവനെ പുറകിലേക്ക് മലർത്തിയടിച്ചുകൊണ്ട് സൂര്യൻ അവന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നു. അടുത്ത നിമിഷം വെറിപ്പൂണ്ടൊരു മൃഗത്തിനെ പോലെ ആദം അമറിക്കൊണ്ട് വീണ്ടും നിലത്ത് നിന്ന് എഴുന്നേറ്റു. ശക്തമായൊരു ചുഴലിക്കാറ്റ് അവിടെ ആഞ്ഞു വീശി. സൂര്യന് നേരെ ആദം കൈയുയർത്തിയ നിമിഷം രുദ്രന്റെ ചവിട്ടിൽ അവൻ അപ്പുവിന്റെ കാൽ ചുവട്ടിലേക്ക് തെറിച്ചു വീണു. സൂര്യൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവന്റെ മുഖം പിടിച്ച നിലത്തേക്ക് വീണ്ടും ആഞ്ഞടിച്ചു. അപ്പു പേടിയോട് അൻഷിന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് കരഞ്ഞുപോയി. ആദത്തിന്റെ മുഖം ഉരഞ്ഞ് ചതഞ്ഞതുപോലെയായി. അടുത്ത നിമിഷം തന്നെ സൂര്യൻ അപ്പുവിനെ തൊട്ട് അവന്റെ കൈ പുറകിലേക്ക് തിരിച്ചൊടിച്ചു. എല്ല് നുറുങ്ങുന്ന ശബ്ദം എല്ലാവരും കേട്ടു. ഒപ്പം ആദത്തിന്റെ അലർച്ചി. ഭ്രാന്തി പിടിച്ച പോലെ സൂര്യൻ അവനെ വീണ്ടും വീണ്ടും പ്രഹരിച്ചുകൊണ്ടിരുന്നു. എത്രയൊക്കെ ആയിട്ടും ആദത്തിനെ കൊല്ലാൻ മാത്രം സൂര്യന് കഴിഞ്ഞില്ല. നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല സൂര്യ, നിനക്കെന്നല്ല ഒരാൾക്കും അതിന് സാധിക്കില്ല. ഭ്രാന്തി പിടിച്ച പോലെ പുലമ്പുന്നവനെ വെറിയടങ്ങാതെ സൂര്യൻ ചവിട്ടി അരച്ചു. എന്നിട്ടും ആദത്തിന് ശരിയായിരുന്നു. ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. സൂര്യന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി പുറകിലേക്കൊന്ന് വേച്ചു പോയെങ്കിലും സൂര്യ മുഷ്ടിയുരുട്ടി അവന്റെ മുഖത്തേക്ക് തുടരെ പഞ്ച് ചെയ്തു. ചുറ്റുമുള്ള ആദത്തിന്റെ ആളുകളെല്ലാം സൂഫിയും ഗാർഡ്സും ചേർന്ന് നേരിടുന്നുണ്ട്. മതി സൂര്യ, ഇവനെങ്ങനെ തീർക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അവളെ നോക്ക്. ഇനി അവനെ തല്ലാനായിരുന്നവനെ തടഞ്ഞുകൊണ്ട് രുദ്രൻ പറഞ്ഞതും സൂര്യനെ നടങ്ങി. അൻഷിന്റെ നെഞ്ചിൽ മുഖം അമർത്തി നിൽക്കുന്ന അപ്പുവിനെയും പേടിയോടെ നിൽക്കുന്ന ബാക്കിയുള്ളവരെയും കാണി ഗാർഡ്സിനെ വിളിച്ചെന്തോ നിർദ്ദേശം കൊടുത്തു രുദ്രൻ. സൂര്യ! ആദത്തിന് സൂഫിയും ഗാർഡ്സും ചേർന്ന് കൈകൾ ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്ത് വാനിലേക്ക് അയറ്റി. പുറകെ അതിനുള്ളിലേക്കായി കയറും മുമ്പേ രുദ്രൻ സൂര്യയെ വിളിച്ചു. ഏട്ടൻ ചെല്ല്, പോർട്ടിൽ നമ്മുടെ ആളുകളുണ്ടാവും, അവരെ ഞാൻ നോക്കിക്കോളാം. ആദത്തിന്റെ ക്രൂരതയിൽ തളർന്നു നിൽക്കുന്ന അൻഷിനെയും പേടിച്ചു വരച്ചു നിൽക്കുന്ന അപ്പുവിനെയും നോക്കിക്കൊണ്ട് സൂര്യ പറഞ്ഞു. രുദ്രൻ ഒരിക്കൽ കൂടി അവരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വാനിനുള്ളിലേക്ക് കയറി. ആദത്തെയും കൊണ്ട് ആ വാൻ മുന്നോട്ട് പാഞ്ഞു. പുറകെ ബാക്കിയുള്ളവരെയും വാരിക്കൂട്ടി ഗാർഡ്സ് ഒരു ട്രക്കിലേക്ക് എടുത്തിട്ടു. അതും മാൻഷന്റെ ഗേറ്റ് കടന്നു പോയി. സൂര്യ! അൻഷിന്റെ വിളി കേട്ടതും സൂര്യ വേഗം തിരിഞ്ഞു നോക്കി. ബോധം മറിഞ്ഞു വീണ അപ്പുവിനെ ഉണർത്താൻ ശ്രമിക്കുന്ന ബാക്കിയുള്ളവരെ കാണി സൂര്യ ഓടിച്ചെന്നവളെ കൈയിലേക്ക് വാരിയെടുത്തു. അജു, കാറെടുക്ക്! സൂര്യ പറഞ്ഞതും അജു അൻഷിനെ കുഞ്ഞുമോനെ ഏൽപ്പിച്ചുകൊണ്ട് പോർച്ചിലേക്ക് പോയി. അപ്പോഴേക്കും അൻഷും തളർന്നു പോയിരുന്നു. BP ഒന്നും ഷൂട്ടായതാ, വേറെ പേടിക്കാനൊന്നുമില്ല. ICU ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന ഡോക്ടർ പറഞ്ഞു. അച്ചു, അയാൻഷ്, ഹി വിൽ ബി ഓക്കെ. ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു വൈൽഡ് ആനിമൽ അറ്റാക്ക് ചെയ്ത പോലെയാണ് മുറിവുകളൊക്കെയും. പൂർണ്ണമായിട്ടും ഭേദാകാൻ ദിവസങ്ങളെടുക്കും. അവരെ കാണാൻ സൂര്യന്റെ ശബ്ദമടച്ചു. മീരയെ ഇപ്പൊ റൂമിലേക്ക് മാറ്റൂ സർ. അയാൻഷിനെ നാളെ മാറ്റൂ. നിർബന്ധമാണെങ്കിൽ ഒരാൾ കയറി കാണാം. ഡോക്ടർ പറഞ്ഞിട്ട് പോയതും സൂര്യൻ നേഴ്സിനെ ചെന്ന് കണ്ട് അവർ കൊടുത്ത വസ്ത്രവും മാസ്കും ധരിച്ച് ICUവിനുള്ളിലേക്ക് കയറി. അവിടെയുള്ള 2 ബെഡിലായിട്ടാണ് അപ്പു അൻഷും കിടക്കുന്നത്. രണ്ടുപേരും മരുന്നിന്റെ സഡേഷനിലാണ്. അൻഷിന്റെ മുഖത്തും കയ്യിലെല്ലാം പാടുകളുണ്ട്. കൈക്കും കാലിനും ഫ്രാക്ചറും. അവനൊരു ആപത്തും ഉണ്ടാവരുതെന്ന് കരുതിയാണ് തങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന് വാശി പിടിച്ചെന്നവനെ തിരിച്ചയച്ചത്. അതൊരു തെറ്റായിപ്പോയി. എതിരെ നിൽക്കുന്നവൻ ആരാണെന്നറിഞ്ഞിട്ടും അവന് ബാക്കിയുള്ളവരെ പോലെ നിസ്സാരമായി കണ്ടു. നിറഞ്ഞ കണ്ണുകളോടെ സൂര്യ അൻഷിന്റെ കയ്യിൽ പിടിച്ചു. പിന്നെ അപ്പുവിന്റെ അടുത്തേക്ക് ചെന്നു. കണ്ണുകളടച്ച് സുഖമായൊരു മയക്കത്തിലാണ് അവളും.
പുറമേക്ക് യാതൊരു പരിക്കുമില്ലെങ്കിലും അവളുടെ മനസ്സ് അത്രമാത്രം കലങ്ങി മറിഞ്ഞിട്ടുണ്ടെന്ന് അവൻ ഊഹിക്കാം. അവൾക്കരികിലായിരുന്നുകൊണ്ട് അവൻ നെറുകയിൽ പതിയെ ചുംബിച്ചു. കുറച്ചു നേരമെങ്കിലും അവന് മുന്നിലേക്ക് അവൾ ഇട്ടുകൊടുക്കേണ്ടി വന്നതിൽ സ്വയം നിയന്ത്രിക്കാനാവാത്ത വിധം ദേഷ്യം തോന്നിപ്പോയവന് ഇനിയൊരിക്കലും അവന്റെ നിഴൽ പോലും നിന്നിൽ പതിക്കില്ലെന്ന് വാക്കുകൊടുത്തിട്ട് അത് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നത് അവന്റെ സമനില തെറ്റിച്ചുപോയി. അവരൊരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. സൂര്യ, അവര്? അവൻ പുറത്തേക്ക് വന്നതേ അജുവും കുഞ്ഞുമോനും ഗൗരിയും അവന്റെ അടുത്തേക്ക് ചെന്നു. ഇഷുവിനെയും അനുവിനെയും തിരിച്ചു പറഞ്ഞു വിട്ടിരുന്നു. എല്ലാവർക്കും കൂടി അവിടെ നിൽക്കാൻ കഴിയില്ല. കുഞ്ഞുമോനെ കൂടെ അവർക്കൊപ്പം വിടാൻ നോക്കിയെങ്കിലും ചെക്കൻ കണ്ണു നിറച്ച് പോയില്ലെന്ന് പറഞ്ഞ് വാശി കാണിച്ചു. ഓക്കെ നോ. അപ്പുവിനെ ഇപ്പൊ റൂമിലേക്ക് മാറ്റും. അച്ഛനെ നാളെ ഞാനിപ്പോ വരാം. എവിടേക്കാടാ? അവളോട് വരുമ്പോഴേക്കും തിരിച്ചെത്തും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്തുകൊണ്ട് ധൃതിയിൽ നടന്നു. അജുവും ഗൗരിയും കുഞ്ഞുമോനും അവനെ നോക്കി അവിടെ തന്നെ നിന്നു. സൂര്യ, എന്റെ മക്കള്. അവർക്കൊന്നുമില്ല ഏട്ടാ, രണ്ടുപേരും മയക്കത്തില്ല. ഞാൻ അങ്ങോട്ട് വരുവാണ്. ഞാൻ വന്നിട്ട് ആ പുന്നാരമോൻ അതിനുള്ളിലേക്ക് എടുത്തിട്ടാ മതി. പകയോടെ പറയുന്നവനറിയെ രുദ്രനെ എതിർക്കാൻ നിൽക്കാതെ ഫോൺ വെച്ചു. ഷിപ്പിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതിന്റെ കൈവിരൽ ചവിട്ടി അരച്ചു. അപ്പുവിന്റെയും അൻഷിന്റെയും മുഖമുള്ളിൽ നിറയും തോറും രുദ്രൻ അവനെ ആഞ്ഞു പ്രഹരിച്ചു. സൂഫി വല്ലാത്തൊരു നടുക്കത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ചാവാത്തൊരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയായിരുന്നു അവനും. കത്തികൊണ്ട് എത്ര തവണ അവന്റെ ശരീരത്തിൽ കുത്തിയെന്നറിയില്ല. എന്തു തന്നെ ചെയ്തിട്ടും ഭ്രാന്തി പിടിച്ച പോലെ ചിരിക്കുന്നവനെ കാണി അവനും അടങ്ങാത്ത ദേഷ്യം തോന്നി. എന്ത് ചെയ്തിട്ടും കാര്യമില്ല രുദ്ര. ഞാൻ ആഗ്രഹിക്കാൻ നിനക്ക് മരണമില്ലെന്നോ നിനക്കും അറിയാം. നീയും അവനും ചെയ്താലും വെട്ടി നുറുക്കിയിട്ടാലും മുറി കൂടും. വീണ്ടും ഞാൻ വരും. രുദ്രൻ ദേഷ്യത്തോടെ അവൻ ആഞ്ഞു ചവിട്ടി. ആദ്യം അലറി വിളിച്ചവൻ പിന്നെ ആർത്തി ചിരിക്കാൻ തുടങ്ങി. അത് കേട്ടുകൊണ്ടാണ് സൂര്യ ഷിപ്പിനുള്ളിലേക്ക് കയറി വന്നത്. അവനെ കണ്ടതും രുദ്രന്റെ ചുണ്ടിൽ വന്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ നിലത്ത് കിടക്കുന്നവനെ നോക്കി. ഇവന്റെ ലാസ്റ്റ് സപ്പർ നിന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ സൂര്യ. സൂഫി. രുദ്രൻ സൂര്യനോടായി പറഞ്ഞുകൊണ്ട് ഉറക്കെ സൂഫിയെ വിളിച്ചതും അതിനർത്ഥം മനസ്സിലായതുപോലെ സൂഫി ഷിപ്പിന് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി. തിരിച്ചു കയറി വരുമ്പോൾ അവന് പുറകിലായി 2 ഗാർഡ്സും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ വലിയൊരു സ്യൂട്ട് കേസും. അത്രയും നേരം രുദ്രനെ പരിഹസിച്ചിരിച്ചുകൊണ്ടിരുന്നവന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. കണ്ണുകൾ സംശയത്തോടെ വലിയ സ്യൂട്ട് കേസിലേക്ക് നീണ്ടു. അതിനുശേഷം ക്രൂരമായ പുഞ്ചിരിയോട് നിൽക്കുന്ന രുദ്രനിലേക്കും സൂര്യനിലേക്കും. നിനക്ക് ഞങ്ങളൊരു വിരുന്നൊരുക്കുകയാണ് അതും നിന്റെ അവസാനത്തെ അത്താഴം. മുരളുന്ന പോലെ പറഞ്ഞുകൊണ്ട് സൂര്യൻ ആ സ്യൂട്ട് കേസ് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് അവന് മുന്നിലേക്ക് ഇട്ടു. അതിൽ നിന്ന് വമിക്കുന്ന രക്തത്തിന്റെ രൂക്ഷമായ ഗന്ധം. വല്ലാത്തൊരാസക്തിയോടെ ആ ഗന്ധം ഉള്ളിലേക്ക് ആഞ്ഞു ശ്വസിച്ച് നാവുകൊണ്ട് വെറുതെ നൊട്ടി നുണഞ്ഞവൻ. സൂഫിയും ഗാർഡ്സും അന്ന് ആദ്യമായി ഭയത്തോടെ കണ്ണുമിഴിച്ച് നിന്നുപോയി. രുദ്രനും സൂര്യയും ആദത്തിന്റെ ആ ഭാവം പ്രതീക്ഷിച്ച പോലെ പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്ക് അവർ നിൽക്കുന്ന ഷിപ്പ് കടലിലൂടെ യാത്ര തുടങ്ങി കഴിഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു ആദം. മനുഷ്യ മാംസത്തിനുള്ള നിന്റെ താല്പര്യം നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് നിന്റെ ജീവനെടുക്കും. ആഫ്രിക്കയിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് അയാൾ താക്കിയതുപോലെ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വന്നതും ആദവന് ഞെട്ടലോടെ അവരെ നോക്കി. ഇരുവരുടെയും കണ്ണിലെ വന്യമായ തിളക്കം. തന്റെ ഊഹം ശരിയാണെന്നത് അവന് നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു. അത്രയും സമയം പുച്ഛം നിറഞ്ഞിരുന്നവന്റെ കണ്ണുകൾ ഭയം തിങ്ങി നിറയുന്നു. അവർ വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെ കണ്ടു നിന്നു. ആദം, ഡോണ്ട് ഗെറ്റ് അഫ്രെയ്ഡ്. നിന്റെ അവസാനത്തെ അത്താഴം ഞങ്ങൾ ഒരിക്കലും മോശമാക്കില്ല. രുദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. വേണ്ട, അങ്ങനെ പറയരുത്. എന്റെ കൊച്ചിനെ തൊട്ട് നിനക്ക് അവിടെ ഏട്ടന്റെ വക എന്തെങ്കിലും തരണ്ടേടാ. അവന്റെ കൈകളിൽ നിന്നും തങ്ങളെ നോക്കി കരഞ്ഞ അപ്പുവിന്റെ മുഖമോർക്കും തോറും രുദ്രന്റെ സ്വരവും മുഖം ഒരുപോലെ മുറുകി. വേണം. ഈ തിരിയില്ലാത്ത എന്റെ കുഞ്ഞിനോട് നീ ചെയ്ത ക്രൂരത അവൾക്കേ ഓർമ്മയില്ലാതെയുള്ളൂ ആദം. അവളുടെ ഏട്ടന്മാർക്കും പാതിയായവനും മറക്കാൻ പറ്റില്ല. രുദ്രൻ പകയോടെ പറയുന്നതിനൊപ്പം സ്യൂട്ട് കേസിന്റെ നമ്പർ ലോക്ക് ഓപ്പൺ ചെയ്തു. പച്ചമാംസത്തിന്റെ മനമടുപ്പിക്കുന്ന ഗന്ധം. സൂഫിയും ഗാർഡ്സും മൂക്ക് പൊത്തിപ്പിടിച്ചുപോയി. ആദം കണ്ണുകൾ ഇറുക്കി അടച്ച് തന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കണ്ണു തുറന്നു നോക്കാദം. ഈ ലോകത്ത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് തന്നെയാ നിന്നെ പോലൊരുത്തനെ പടച്ചുവിട്ട നിന്റെ തന്ത ജോൺ സാമുവൽ. സൂര്യന്റെ മുഴക്കമുള്ള ശബ്ദത്തിൽ ആദം ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി. ആദം ഉറക്കാലറി വിളിച്ചു. സൂര്യൻ രുദ്രനും പകയോടെ ചിരിച്ചു. ഇന്നലെ ചാത്തിട്ട് പൊതുദർശനം കഴിഞ്ഞ് രാവിലെ കുഴിച്ചിട്ടേ ഉള്ളൂ. ഡീകമ്പോസ് ആവാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. സോ ഫ്രഷാ. സൂര്യൻ അവന്റെ മുഖം പിടിച്ച് അതിനുള്ളിലേക്ക് അടുപ്പിച്ചു. ആദം ഉറക്കാലറി കരഞ്ഞു. പാതിരാത്രി കാറ്റിലുലഞ്ഞു മുന്നോട്ടു പോകുന്ന കപ്പൽ അവന്റെ അലർച്ച കടലിനെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കി.
ഇനി നടക്കാൻ പോകുന്ന മുൻകൂട്ടി കണ്ടതിന്റെ ലക്ഷണങ്ങൾ കടലും കാണിച്ചു തുടങ്ങി. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവരോട് അപേക്ഷിക്കാൻ തുടങ്ങി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് തന്റെ ശരീരത്തെ നിയന്ത്രിക്കാനായില്ല. സൂര്യൻ ഒന്നുകൂടി അവന്റെ മുഖം അതിലേക്ക് അമർത്തി വെച്ചതും സഹിക്കാൻ കഴിയാതെ ആർത്തിയോട് അവൻ ആ മാംസകഷ്ണങ്ങൾ ഭക്ഷിച്ചു തുടങ്ങി. ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ സൂഫിയും ഗാർഡ്സും മുഖം തിരിച്ചു. ഗാർഡ്സിൽ ഒരാൾ വൊമിറ്റ് ചെയ്തു പോയി. സൂര്യൻ കൈയെടുത്തിട്ടും ആദ്യം തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അവന്റെ ശരീരം ചുട്ടു പഴുത്തു തുടങ്ങി. അപ്പോഴേക്കും സൂര്യനും രുദ്രനുമൊക്കെ പോവാനുള്ള ചോപ്പർ അവിടെ വന്നിരുന്നു. ഗാർഡ്സും സൂഫി അതിനുള്ളിലേക്ക് ആദ്യം കയറി. പുറകെ ആദ്യത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സൂര്യനും രുദ്രനും. ആ ചോപ്പർ ഷിപ്പിൽ നിന്ന് ഉയർന്നു പൊങ്ങിയതും വലിയൊരു ശബ്ദത്തോടെ ആദത്തിന്റെ ശരീരം ശതലക്ഷം കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു. ഒടുക്കം ദിശ നഷ്ടപ്പെട്ടതുപോലെ ആ കപ്പൽ മാത്രം മുന്നോട്ട് നീങ്ങി. സുഖമായൊരു മയക്കം തെളിഞ്ഞുണർന്നും അപ്പുവിന്റെ കണ്ണുകൾ തെല്ലൊന്ന് വിടർന്നുപോയി. അത്രമേലടുത്ത് അവന്റെ കഴുത്തിടുകൾ മുഖം പൂഴ്ത്തി വെച്ചതുപോലെയാണ് തന്റെ കിടത്തമെന്നോർക്കെ അവളുടെ ചുടികൾ വിടർന്നു. ആദ്യേട്ടാ? സൂര്യ അല്ലെങ്കിൽ സച്ചു. സൂര്യൻ അവൾ ഒന്നുകൂടി അടക്കി പിടിച്ചു. സച്ചുവേട്ടാ, എപ്പോഴാ വന്നേ? ഞാൻ എങ്ങും പോയില്ല അപ്പു, ഇവിടെ ഉണ്ടായിരുന്നു. നീയല്ല കിടന്നുറങ്ങിയേ? സൂര്യൻ അവിടെ നെറുകയിൽ ചുംബിച്ചു. ഏട്ടൻ എവിടെ? എങ്ങനെയുണ്ട് ഇപ്പോ? അച്ചു വേറെ റൂമില്ല, ചെറിയ മുറികളുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. വലിയേട്ടനും അജുവേട്ടനോ? ഇത്ര നേരം രണ്ടാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ആർക്കും കുഴപ്പമൊന്നുമില്ലാനോ? ചേച്ചിമാരൊക്കെ? അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല എന്റെ കിളിക്കുഞ്ഞേ. എന്റെ കൊച്ചിന് മാത്രം BP ഒക്കെ കൂടി ബോധം പോയതും ഇപ്പതേ ചെറിയ പനിയും. പേടിച്ചിട്ടാ? അച്ചു പതിയെ പറഞ്ഞു. സാരല്ല, അതെല്ലാം മറന്നേക്ക്. ഇനി ഒരിക്കലും അവൻ നിന്നെ തേടി വരില്ല. അത്രയും ഉറപ്പോടെ പറയുന്നവനെ ഒത്തിരി ചോദ്യങ്ങളോട് അവൾ നോക്കി. സൂര്യൻ കണ്ണ് ചിമ്മിച്ചിരിച്ചതും അവനൊന്നും പറയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഒന്നും അറിയണ്ട, അവളുടെ മനസ്സിലെ ഏട്ടന്മാരും അവളുടെ ആദ്യേട്ടനൊക്കെ പാവങ്ങളാണ്. അതങ്ങനെ തന്നെ നിന്നാ മതി. ഇനിയൊരു മാറ്റം വേണ്ട ഒന്നിനും. കുറച്ചേരം കൂടി ഉറങ്ങിക്കോ, മോർണിംഗ് ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യും. പതിയെ പറഞ്ഞുകൊണ്ടവൻ മെല്ലെ തട്ടിക്കൊടുത്തതും അപ്പു കണ്ണുകൾ അടച്ച് കിടന്നു. ഏട്ടനും ഒന്നുമില്ലെന്റെ അപ്പു, നീ ഇങ്ങനെ കരയല്ലേ? അൻഷ് എത്ര പറഞ്ഞിട്ടും പിന്നെയും നിന്ന് കരയുന്നവളെ കാണെ അൻഷു ബാക്കിയുള്ളവരെ ദയനീയമായി നോക്കി. അവളെ ഡിസ്ചാർജ് ചെയ്തു. അൻഷിനെ നാളെ ചെയ്യുന്നറിഞ്ഞതും കാണാൻ വാശി പിടിച്ച് വന്നതാണ്. കാലിനും കൈക്കും ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലിയ കെട്ടുകളാണുള്ളത്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഈ കരച്ചില്. എന്റെ കൊച്ചെ, ഇങ്ങർക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാ, അത്ര പെട്ടെന്നൊന്നും പറ്റില്ല. പിന്നെ ഇതൊക്കെ വെറും വെച്ചുകെട്ടാണ്. അപ്പൊ കരച്ചിലെത്തുന്നില്ലെന്ന് കണ്ടതും കുഞ്ഞുമോൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി ഒരു താളത്തിലങ്ങ് പറഞ്ഞുപോയി. അൻഷിന്റെ രൂക്ഷമായ നോട്ടവും അജുവിന്റെ അടക്കി പിടിച്ചുള്ള ചിരിയും കണ്ടാണ് അവന് താൻ പറഞ്ഞ എന്താണെന്നുള്ള ബോധം വന്നത്. ചെക്കരൊന്ന് പരിങ്ങിക്കൊണ്ട് അജുവിന്റെ പുറകിലൊളിച്ചു. കാര്യം എന്തായാലും അതോടെ അപ്പു കരച്ചിൽ നിർത്തി. അപ്പോഴേക്കും റൂമിന്റെ വാതിൽ നോക്ക് ചെയ്തുകൊണ്ട് ആയുഷു അഖിയും അവരുടെ കൂടെ തന്നെ അന്വേഷിച്ചു അങ്ങോട്ട് വന്നിരുന്നു. അൻഷിന് എന്താ പറ്റി? ഞങ്ങൾ മാൻഷൻ ചെന്നപ്പോ ഇവരാ പറഞ്ഞ് അൻഷിന്റെ ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലാണെന്ന്. ആയുഷ് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടവും അനുവിലേക്കും ഇഷുവിലേക്കുമായി. ഇന്നലെ അവിടെ നടന്നൊന്നും പുറത്തറിയരുതെന്ന് സൂര്യ എല്ലാവരെയും വിലക്കിയിരുന്നു. അതാവും അവരങ്ങനെ പറഞ്ഞെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്റ്റെയറിൽ നിന്ന് വീണതാ, കാലിനും കൈക്കും ചെറിയ ഫ്രാക്ചർ, വേറെ കുഴപ്പമൊന്നുമില്ല ആയുഷ്. അൻഷ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ആയുഷ് അവനെ മൊത്തത്തിലും നോക്കി. പോലീസിന് ഒറ്റനോട് തന്നെ പറഞ്ഞ കള്ളമാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ ചോദിച്ചാൽ ആരൊന്നും പറയില്ലെന്ന് അറിയുന്നതുകൊണ്ട് ആയുഷ് കൂടുതലൊന്നും ചോദിച്ചില്ല. പിന്നെയും കുറച്ച് സമയം കൂടി എല്ലാവരും നിന്ന് സംസാരിച്ചു. ഇന്നലെ രാത്രി വയലന്റായ സീതയെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നാക്കി അവരോട് പറഞ്ഞു. ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആര്യനും പറഞ്ഞു. എന്തോർത്ത പോലെ സൂര്യൻ ചോദിച്ചു. അവിടെ വേണ്ട പൈസ എത്രയാണെന്ന് ചോദിച്ചു. ആകെ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. അവനും അത്രയും വെറുത്തുപോയിരുന്നു. അഭിമാനം മുറുകെ പിടിച്ച് സ്വന്തം മകനെ തന്നെ കൊല്ലാൻ നോക്കിയവരല്ലേ. അങ്ങനെയുള്ളവരോട് പിന്നെ മക്കൾക്ക് എങ്ങനെ തിരിച്ച് സ്നേഹം ഉണ്ടാവും? ആയുഷ് പറഞ്ഞതും എല്ലാവരും മൗനമായി. എന്നാ പിന്നെ ഞാനും ഏട്ടനോട് നിൽക്കാം, നിങ്ങൾ അപ്പൂനെയും കൂടി വീട്ടിലേക്ക് ചെല്ലുക. കുറച്ച് സമയത്തെ മൗനത്തിന് ശേഷം സൂര്യൻ പറഞ്ഞു. ഏട്ടന് ഞാൻ നോക്കിക്കൊള്ളാം സച്ചുവേട്ടാ. അൻഷിനെ സങ്കടത്തോടെ നോക്കിക്കൊണ്ടവൾ സൂര്യനോട് വീണ്ടും പറഞ്ഞു. എല്ലാവരുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. അൻഷ അവളെ സ്നേഹത്തോടെ പ്ലാസ്റ്റർ ഇടാത്ത കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. ഏട്ടൻ കൂട്ടി അവരുടെ കൂടെ ചെല്ല്. മോളിയുടെ ഏട്ടനിങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയിരിക്കാന്നല്ലാതെ എന്നെ താങ്ങാനും പിടിക്കാനൊന്നും കഴിയില്ല. ഞാൻ വലിയൊരു മനുഷ്യനല്ലേ. എന്നാലും ഞാനും ഇപ്പൊ ഒരു ബോധം കെട്ടിൽ കഴിഞ്ഞല്ലേ ഉള്ളൂ കുഞ്ഞുമണി. അതുകൊണ്ട് ഏട്ടൻ കുട്ടിങ്ങ് വാ, നമുക്ക് മാൻഷനിൽ പോയി പട്ടം പറത്തി കളിക്കാം. അജു അവളെ സ്നേഹത്തോടെ വിളിച്ചു. അവന്റെ കണ്ണിൽ അവൾ ഇപ്പോഴും കുഞ്ഞുവെണ്ണാണ്. അവന് നിങ്ങൾക്ക് പട്ടം ഉണ്ടാക്കാൻ അറിയോ? ആകി സംശയത്തോടെ അവനെ നോക്കി. ഇല്ല, പക്ഷെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കും. ഇനിയിപ്പോ എന്റെ കുഞ്ഞുമണിക്ക് വേണ്ടി പട്ടം മാത്രമല്ല, ഒരു വിമാനം തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അജു അവനെ പുച്ഛിച്ചു. അവനോട് പറഞ്ഞു ജയിക്കാനാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അഗ്നി ഒന്നും മിണ്ടാ കുറച്ച് നീങ്ങി നിന്നു. എന്നാ പിന്നെ ലേറ്റ് ആവണ്ട, നിങ്ങൾ അപ്പൂന്റെ കൂടെ ചെല്ലു. ഇവിടെ ഒരു ഹോം നേഴ്സ് ഉള്ളപ്പോ നിങ്ങൾ രണ്ടാളും ബുദ്ധിമുട്ടണ്ട, അവൻ നിന്നോളൂ. എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങിയതും കുഞ്ഞുമോനെ നോക്കിക്കൊണ്ട് അൻഷു ഗൗരവത്തോടെ പറഞ്ഞു.
കാര്യം അറിയുന്നതുകൊണ്ട് രുദ്രനും സൂര്യനടക്കം അവനെ ആക്കിച്ചിരിയോടെ നോക്കുമ്പോൾ കുറച്ചു മുമ്പ് പോകാൻ പറഞ്ഞപ്പോൾ വാടിപ്പോയ കുഞ്ഞുമോന്റെ മുഖം 100 വാട്ടിന്റെ LED കത്തിച്ച പോലെ തിളങ്ങി. ഒരു പക്ഷേയുമില്ല, നീ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? നിനക്ക് ഓംനേഴ്സിന്റെ ജോലി അറിയില്ലല്ലോ. സൂര്യ എന്തോ പറയാൻ തുടങ്ങിയത് അൻഷ ഇടയിൽ കയറി പറഞ്ഞു. ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ ഇപ്പൊ ഹോം നേഴ്സിന്റെ കോഴ്സൊക്കെ പഠിക്കണോ സൂര്യ? അജു അൻഷിനൊന്ന് ചോദിക്കാൻ കിട്ടിയ ചാൻസ് വെറുതെ കളഞ്ഞില്ല. വേണം, എന്റെ കയ്യും കാലൊന്നും ശരിയായിട്ട് നിനക്ക് ഞാനത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ക്രാഷ് കോഴ്സാ, അതുകൊണ്ട് പെട്ടെന്ന് തീരും. അൻഷ അവനെ തറപ്പിച്ചു നോക്കി പറഞ്ഞു. അജു ഒന്ന് പരിങ്ങെങ്കിലും അവനെ പൂച്ചേച്ച് വിട്ടുകൊണ്ട് അപ്പുവിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. പുറകെയായി അൻഷിനോട് യാത്ര പറഞ്ഞ് ബാക്കിയുള്ളവരും ഇറങ്ങി. അവസാനം കുഞ്ഞുമോനും അവന്റെ സാത്താനും മാത്രമായി.